ആയിരക്കണക്കിന് ആളുകൾ കടന്നുപോകുന്ന കോവളം കഴക്കൂട്ടം ബൈപ്പാസിൽ ടെക്നോ പാർക്കിനടുത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇവരെ കണ്ടത്. പ്ലാസ്റ്റിക് ചാക്കു കഷ്ണമാണ് വേഷം. പൊട്ടിയ ഓട്ടുപാത്ര കഷ്ണങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കൂത്താടികൾ വളർന്ന വെള്ളമാണ് ഇവർ കുടിക്കുന്നത്. നാടോ വീടോ ഒന്നും ഇവർക്കറിയില്ല. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എവിടെയോ വെച്ച് മാനസിക നില തെറ്റിപ്പോയ പാവം ഒരമ്മ. ഒരുപക്ഷെ ഇവരുടെ മക്കളും ബന്ധുക്കളുമൊക്കെ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ അനാഥയായിരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ആഗോള പ്രതിസന്ധി വരെയുള്ള കാര്യങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന പരിഷ്കൃത സമൂഹത്തിനിടയിൽ ഇതുപോലെ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ഒരുപാടുണ്ടാകും. അക്ഷരാർത്ഥത്തിൽ നരകജീവിതം നയിക്കുന്നവർ. ഞങ്ങൾ വിവരമറിയിച്ചതനുസരിച്ച് പേട്ടയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഇവർ പൊന്തക്കാട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ഒടുവിൽ പോലീസ് പുത്തൻ തുണികളുടുപ്പിച്ച് ഈ അമ്മയെ സർക്കാർ അഗതി മന്ദിരത്തിലേക്ക് മാറ്റി. ഇന്നു മുതൽ ഇവർക്ക് ഒരു നേരമെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇന്നലത്തെ വേദനിപ്പിക്കുന്ന ഈ കാഴ്ചയിൽ നിന്ന് ഇവരിപ്പോൾ എങ്ങനെ ജീവിക്കുന്നുവെന്നറിയാനാണ് കോട്ടയ്ക്കകത്തെ സർക്കാർ അഗതി മന്ദിരത്തിൽ ഞങ്ങളെത്തിയത്. ഞങ്ങളെത്തുമ്പോൾ ഇവർ ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടത്. ചാക്കുകഷ്ണം കൊണ്ട് നാണം മറച്ചിരുന്ന ഇവർ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു. പോലീസുകാർ എത്തിച്ച ഉടൻ തന്നെ നല്ല അന്തേവാസിയായി ഇവർ മാറിയെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇന്ന് രാവിലെ കട്ടൻ കാപ്പി കൊണ്ടെടുത്തപ്പം കഴിച്ചു. അത് കഴിഞ്ഞ് പുട്ടും കടലയായിരുന്നു. അതും കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കഴിച്ചു. ഇവർക്കൊപ്പമുള്ള അന്തേവാസികളെ നോക്കാനായി ഡോക്ടറും മറ്റു ജോലിക്കാരും, ആഹാരം നൽകാൻ പാചകക്കാരും വിളമ്പുകാരും എല്ലാം ഇവിടെയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.